ബിഗ് ബോസിന് ശേഷം ഉണ്ടായ സൈബർ ആക്രമണം മൂലം താൻ ഡിപ്രഷനിലേക്ക് പോയിരുന്നുവെന്നും സീസൺ 7 വിജയിയും നടിയുമായ അനുമോൾ പറയുകയാണ്. പ്രേക്ഷകരിൽ ആർക്കും ഇക്കാര്യം അറിയില്ലെന്നും ആ അവസ്ഥയിലും പ്രോഗ്രാമുകളും മറ്റും താൻ എപ്പോഴും സജീവമാണ് എന്നും എല്ലാവരും മുന്നിലുണ്ടായിരുന്നുവെന്നും അനുമോൾ ലക്ഷ്മി നക്ഷത്രയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. പ്രേക്ഷകർ പൊട്ടന്മാരല്ലെന്ന ബോധത്തോടെയാണ് ഞാൻ ആ ഹൗസിൽ 100 ദിവസം നിന്നത്. നിരവധി ക്യാമറകളുണ്ടെന്നും ചെറിയ കള്ളത്തരങ്ങൾ പോലും കണ്ടുപിടിക്കുമെന്നും എനിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവിടെ എനിക്ക് കള്ളത്തരം കാണിക്കാൻ പറ്റിയിട്ടില്ല, കാണിച്ചിട്ടുമില്ല. എന്നെ വേദനിപ്പിച്ചപ്പോഴാണ് അത് സഹിക്കാൻ വയ്യാതെ ഞാനും അവരെ വേദനിപ്പിച്ചത്. ഉള്ളിലുള്ള വിഷമവും ദേഷ്യവും കൊണ്ടാണ് പലതും പറഞ്ഞതും. ആ കുറ്റം ഞാൻ സമ്മതിക്കും. സ്റ്റാർ മാജിക്കിൽ നിന്നും കിട്ടിയ പ്രേക്ഷകർ തന്നെയാണ് എനിക്ക് ഇപ്പോഴുമുള്ളത്. എൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രമല്ല, നെഗറ്റീവ് സൈഡും പ്രേക്ഷകർ അറിയണമെന്ന അതിയായ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതിനുവേണ്ടി കൂടിയാണ് ബിഗ് ബോസിൽ പോയത്. എനിക്ക് നെഗറ്റീവ് പറയുന്നവരുടെ ചിന്ത അവരൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ എന്ന രീതിയിലാണ്. പക്ഷേ അങ്ങനെയല്ല. എല്ലാ മനുഷ്യർക്കും കുശുമ്പുമുണ്ട്, എല്ലാമുണ്ട്. എന്നെ ആരൊക്കെ സപ്പോർട്ട് ചെയ്തു, കുറ്റപ്പെടുത്തി എന്നത് എനിക്ക് നന്നായി അറിയാം. എനിക്ക് വേണ്ടി ആരൊക്കെ എന്തൊക്കെ ചെയ്തുവെന്നും എനിക്ക് അറിയാം. നന്ദിയുള്ളവളാണ് ഞാൻ. അതുപോലെ തന്നെ ഷോയിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം എനിക്ക് നിരവധി ഉദ്ഘാടനങ്ങളും പ്രോഗ്രാമുകളും എല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും ഞാൻ ഡിപ്രഷൻ്റെ മൂർധന്യാവസ്ഥയിലായിരുന്നു. അത് പ്രേക്ഷകർക്കും അറിയാത്ത കാര്യമാണ്. ഞാൻ വിജയിയായി എന്നത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. അവരെ കുറ്റം പറയാൻ പറ്റില്ല. അനുമോളെ മാത്രം സപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ, അനുമോൾക്ക് വേണ്ടി മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്നൊന്നും നമുക്ക് വാശി പിടിക്കാനൊന്നും പറ്റില്ല. എന്നെ ഇഷ്ടമല്ലാത്ത ആളുകൾ ഉണ്ടെന്നത് സ്വാഭാവികമാണ്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തി വിജയിക്കാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ ഇപ്പോഴും എന്നെ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരുണ്ട്. അതൊന്നുമല്ല എന്നെ വിഷമിപ്പിച്ചത്. ബിഗ് ബോസ് കണ്ടിട്ടില്ലാത്തവർ ഭയങ്കര മോശമായി കമൻ്റ് ഇടാറുണ്ട്. അത്തരം കമൻറ്റുകൾ കൂടുതൽ ഫേസ്ബുക്കിലാണ് വരുന്നത്. ഫേസ്ബുക്കിൻ്റെ അമ്മാവന്മാരാണ് ഇടുന്നത്. പബ്ലിക്കായി അവർ ഇട്ട കമൻറ്റ് എന്താണെന്ന് പോലും പറയാൻ പറ്റില്ല. അത് കാണുമ്പോൾ കാലിൽ നിന്ന് എനിക്ക് തിളച്ച് കയറും. അതുകൊണ്ട് തിരിച്ച് മറുപടി കൊടുക്കും. ഇത്ര ക്രൂരമായി ആളുകൾ എന്തിനാണ് പെരുമാറുന്നതെന്ന് തോന്നാറുണ്ട്. ലൈഫിൽ രക്ഷപ്പെടാത്ത വീട്ടിൽ ചൊറിയും കുത്തിയിരിക്കുന്നവരാണ് ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇടുന്നത്. അവർക്ക് അതൊരു മനസ്സുഖം. പിന്നെ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരോട് അത് കണ്ട് ഞാൻ തളരുകയല്ല, എനിക്ക് വളർച്ചയാണ് ഉണ്ടാകുന്നത്. എനിക്ക് വീണ്ടും വീണ്ടും രക്ഷപ്പെടാൻ പ്രചോദനമാവുകയാണ്. ആരുടെയും കാര്യത്തിൽ ഇടപെടാൻ പോകാത്തയാളാണ് ഞാൻ കാരണം ആരെങ്കിലും സന്തോഷിക്കണമെന്ന് കരുതുന്നവർക്ക് ജീവിതത്തിൽ നല്ലത് മാത്രമേ വരൂ എന്നും അനുമോൾ പറഞ്ഞു. ഇതുവരെയുള്ള ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിലെ 2ാമത്തെ ലേഡി വിന്നറാണ് അനുമോൾ. ഫിനാലെ ആയപ്പോൾ അനുമോളും അനീഷും തമ്മിൽ കടുത്ത പോരാട്ടമായിരുന്നു നടന്നത്. അനുമോൾ വിജയിച്ചത് PR കൊണ്ട് മാത്രമാണെന്നും ആരോപണം ഉയർന്നിരുന്നു. അതിനാലാണ് ഗ്രാൻഡ് ഫിനാലെയ്ക്ക് ശേഷം താരത്തിന് കടുത്ത സൈബർ ആക്രമണം നേരിടേണ്ടതായി വന്നത്.